ഡിപ്രഷൻ അഥവാ വിഷാദരോഗം ഇന്ന് വളരെയധികം പോപ്പുലറായിരിക്കുന്ന ഒരു മാനസിക രോഗമാണ്. യഥാർത്ഥത്തിൽ ആളുകൾ എങ്ങനെയാണ് ഡിപ്രഷനിലേക്ക് എത്തുന്നത് എന്നും എങ്ങനെ ആ അവസ്ഥയെ തരണം ചെയ്യാമെന്നും എങ്ങനെ ഡിപ്രഷൻ വരാതെ നമുക്ക് നമ്മളെയും നമ്മുടെ കുട്ടികളെയും പരമാവധി പ്രിവെൻറ്റ് ചെയ്യാം എന്നുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. ദിസ് ഇസ് മരിയ ജോവിറ്റ. വെൽക്കം ടു ഹാപ്പി ലൈഫ്. ഡിപ്രഷൻ സ്വതവേ മൂന്നായി തരംതിരിക്കാറുണ്ട്: സിവിയർ, മോഡറേറ്റ് ആൻഡ് മൈനർ. സിവിയർ ഡിപ്രഷനുകൾക്ക് നമുക്ക് മരുന്ന് കൊടുക്കുക അല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല. മോഡറേറ്റ് ആയിട്ടുള്ള ഡിപ്രഷനുകൾക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിംഗ്, തെറാപ്പി ഇവയെല്ലാം കൊണ്ട് ആ അവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും. മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷനുള്ള ആളുകളാണ് അധികവും. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഡിപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് നാം ആദ്യം കണ്ടെത്തേണ്ടത്. എങ്കിൽ മാത്രമേ അതിനെ വേണ്ട രീതിയിൽ നമുക്ക് മറികടക്കാൻ കഴിയൂ. സാധാരണ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ വേണ്ടപ്പെട്ടവരുടെ മരണം, ജോലി ലഭിക്കാത്തത്, ജോലി നഷ്ടപ്പെടുന്നത്, ബോഡി ഷേമിങ്, ബ്രേക്കപ്സ്, പാഷൻ ഫോളോ ചെയ്യാൻ സാധിക്കാത്തത്, തോൽവികൾ തുടങ്ങിയവയൊക്കെയാണ്. ഏതൊരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിനനുസരിച്ചുള്ള കെമിക്കൽ ആക്ഷനുകൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഈ കെമിക്കലുകൾ ഒരു ബാലൻസ്ഡായ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഒരു വ്യക്തി ഏറ്റവും പ്രൊഡക്റ്റീവായിരിക്കുക. ഡിപ്രഷനിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹാപ്പി ഹോർമോണുകളായ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നീ ഹോർമോണുകളുടെ അളവുകൾ ഗണ്യമായി കുറയുകയും സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഹോർമോണുകളുടെ ഇംബാലൻസ് ആണ് ഒരാളെ ഡിപ്രഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഹോർമോണുകൾ ബാലൻസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി ഈ അവസ്ഥയിൽ നിന്നും പുറത്തു വരണം. എൻ്റെ ജീവനേക്കാൾ വലുതല്ല തനിക്ക് നഷ്ടപ്പെട്ടതൊന്നും എന്ന് ഉറപ്പിക്കുക. രണ്ടാമതായി ഡയറ്റ് നോക്കുകയാണ് വേണ്ടത്. നന്നായി വെള്ളം കുടിക്കുക, അതും ഇടയ്ക്കിടെ കുടിക്കാൻ ശ്രമിക്കുക. ഒപ്പം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പരമാവധി പഴങ്ങളും പച്ചക്കറികളും ആക്കി മാറ്റുക. ഒരുപാട് മസാലയുള്ളതും എണ്ണയിൽ വറുത്തതും ഹൈ പ്രോട്ടീൻ ഉള്ളതുമായ വസ്തുക്കൾ ഒഴിവാക്കുക. ഒപ്പം പഞ്ചസാരയും. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസ് വളരെ എളുപ്പത്തിൽ നോർമൽ അവസ്ഥയിലേക്ക് വരും. ഈ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ തന്നെ നിങ്ങളുടെ ചിന്തകളിൽ പെട്ടെന്ന് വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും. അതുവരെയും ഒരുപാട് നെഗറ്റീവ് ചിന്തകളായിരുന്ന മനസ്സിൽ അതിൻ്റെ അളവ് കുറയുകയും ജീവിതത്തെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായി വരികയും ചെയ്യും. മൂന്നാമതായി എക്സസൈസ്. ഞാൻ കൂടുതലായി പ്രിഫർ ചെയ്യുന്നത് യോഗയാണ്. യോഗ വളരെ എഫേർട്ട്ലെസ്സായി ചെയ്യാനും ഫാസ്റ്റായി മൂഡ് ചേഞ്ച് ചെയ്യാനും സഹായിക്കും. ഇത്രയും ആകുമ്പോഴേക്കും ഡിപ്രഷൻ്റെ കാഠിന്യം മാറിയിരിക്കും. പതിയെ അവരവരുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഒപ്പം ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ റൂം ക്ലീൻ ചെയ്യും, ഇന്ന് ഞാൻ 10 മിനിറ്റ് എക്സർസൈസ് ചെയ്യും, അങ്ങനെയൊക്കെ. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഗോളായി സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ തവണയും അത് പൂർത്തിയാകുമ്പോൾ ഡോപ്പമിൻ ഹോർമോൺ നമ്മിൽ ഉൽപ്പാദിപ്പിക്കും. അത് കൂടുതൽ ഉന്മേഷം തരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറഞ്ഞത് 3 ദിവസം മുതൽ 2 ആഴ്ച കൊണ്ട് ഈ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നിരിക്കും. അങ്ങനെ പുറത്തെത്തി എന്ന് തോന്നിയാൽ ഡയറ്റും വർക്കൗട്ടും മുടങ്ങാതെ കുറേ നാളത്തേക്ക് ഫോളോ ചെയ്യേണ്ടതായുണ്ട്. കുറച്ചുകൂടി വലിയ ഗോളുകൾ സെറ്റ് ചെയ്യുക. ഡ്രീമുകൾ ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യുക. ഡിപ്രഷനിൽ നിന്നും പുറത്തു വരുന്ന ആളുകൾ സ്വതവേ വളരെ സ്ട്രോങ് ആയ ആളുകളായി മാറാറുണ്ട്. അത് മനസ്സിൽ സൂക്ഷിക്കുക. ഇനി നമ്മളും നമ്മുടെ കുട്ടികളും ഡിപ്രഷനിലേക്ക് പോകാതിരിക്കുന്നതിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ഒന്നിനും ആരെയും അമിതമായി ആശ്രയിക്കാതെ ഇരിക്കുക. മറ്റുള്ളവരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇരിക്കുക. നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാതെ ഇരിക്കുക. സ്വയം ഡിസിഷൻ എടുക്കുക. എത്രത്തോളം ഡിസിഷൻ എടുക്കാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിക്കുന്നുവോ അത്രയും നമ്മൾ സ്ട്രോങ് ആയിരിക്കും. ഈ ലോകത്ത് നിങ്ങളെക്കാൾ വലുതായി ആരുമില്ല. അത് നിങ്ങളുടെ ഭർത്താവാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരെയും പോലെ എല്ലാവിധ അവകാശങ്ങൾക്കും നിങ്ങളും അർഹരാണ്. ചെറിയ ചെറിയ സങ്കടങ്ങളാണ് വലിയ ഡിപ്രഷനിൽ ചെന്നെത്തിക്കുക. അതുകൊണ്ട് സ്വയം സ്നേഹിക്കുക. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലും കണ്ടേക്കാം. അതിന് അവരെ പഴിച്ചുകൊണ്ട് ഇരിക്കാതെ പുതിയ മാർഗങ്ങൾ തിരയുക. തീർച്ചയായും നടക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ചെറുപ്പം മുതൽ ഡിസിഷൻ മേക്കിങ്ങിനുള്ള അവസരം കൊടുക്കുക. ഇന്ന് പല മാതാപിതാക്കളും ഭക്ഷണം മതിയായി, വയറ് നിറഞ്ഞു എന്ന് പറയാനുള്ള അവസരം പോലും കൊടുക്കില്ല. കുട്ടികളെ എത്രത്തോളം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വളർത്തുന്നോ അത്രയും സ്വയം ശക്തിയില്ലാത്തവരാണ് അവരെന്ന വിശ്വാസമാണ് അവരുടെ ഉള്ളിൽ വളരുക. പകരം അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിൽക്കുക. തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുക. ഒരു സുഹൃത്തായി ഒപ്പം കൂടുക.
അവർ അവരായി വളരുന്നത് കണ്ടാസ്വദിക്കുക. അവരെ തേടി ഒരു ഡിപ്രഷനും വരില്ല. അതേപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ശീലിപ്പിക്കുക. ഹെൽത്തിയായ ഭക്ഷണങ്ങൾ കൊടുക്കുക. നന്നായി കളിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക. അവർ സ്ട്രോങ് ആയി വളരട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ ജീവിതമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.